ലൈംഗികാരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ആക്ഷേപങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ച് രാഹുലിന് മറുപടിയില്ല. രാഹുൽ MLA ആയി തുടരാമോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ കോൺഗ്രസ് നേതാക്കൾ. ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇത്രയും നേരം ചോദ്യമല്ലേ, ഞാൻ പറയാനുള്ളത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് തീരുമാനിക്കാം ഈ മാധ്യമ സമ്മേളനം തുടരണമോ വേണ്ട എന്ന്. ബാക്കി മാധ്യമപ്രവർത്തകർക്ക് തീരുമാനിക്കാം. അത് തീരുമാനിക്കാം. അത് കൈരളിയുടെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറും മാത്രം ഇങ്ങനെ ആവർത്തിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്ന കാര്യമില്ലേ? പത്രസമ്മേളനം എന്ന് പറഞ്ഞ ഒരു രീതിയില്ലേ, മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞൊരു രീതിയില്ലേ? മാധ്യമ സമ്മേളനത്തിൽ പറയാൻ വന്ന ആളുകൾക്ക് പറയണ്ടേ? അത് ഞാൻ പറയട്ടെ. അപ്പോൾ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ, ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത് ഉത്തമമായ ബോധ്യമാണ്. ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടോ? ആ ആർഗ്യുമെൻ്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി, ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനത്തിൽ പോയിട്ട് തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. സുജു ടി ബാബുവിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുജു, ഇന്നലെ രാത്രിയിലായിരുന്നു ആ യുവതിയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത്, ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്തായാലും രാത്രി പുലരുമ്പോൾ, അതായത് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ രാജിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ. എന്തായാലും ആ യുവതി ആ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും സമ്മർദ്ദം കൊണ്ട് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. നിർബന്ധിതനായി രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴും വ്യക്തമായ ഒരു മറുപടി രാഹുലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നേതാക്കളോ നൽകുന്നില്ല എന്നുള്ളതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖ കൂടി പുറത്തു വരുമ്പോൾ അത് പാർട്ടിയെ ഇനി ഏത് തരത്തിലാണ് ബാധിക്കുക? പ്രത്യേകിച്ചും ഈ MLA സ്ഥാനമൊക്കെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ ഇതാ പ്രതിഷേധം അരങ്ങേറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഭദ്ര, ഒന്നിന് പുറകെ ഒന്നായി നിരവധി തെളിവുകളും ആരോപണങ്ങളും പുറത്തു വന്നത്. ആദ്യം യുവ മാധ്യമ പ്രവർത്തകരുടെ ആരോപണമാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ എഴുത്തുകാരി ഹണി ഭാസ്കർ ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. പിന്നീട് വാട്സാപ്പ്, സാമൂഹ്യ മാധ്യമങ്ങളുടെ ചാറ്റുകൾ പുറത്തു വരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടന് രാജി അല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യം എത്തുകയാണ്. ഈ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടൽ രാജിവെച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വയം ന്യായീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടൽ പരമാവധി ശ്രമിച്ചെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രാഹുൽ മാങ്കൂട്ടൽ അടിപതറിയ കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ ശബ്ദ സന്ദേശം രാഹുലിന്റെ ഓഡിയോ ആണോ ചോദിക്കുമ്പോൾ ഒരു വേള അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരം കൃത്രിമമായി നിർമ്മിക്കാൻ പറ്റുന്ന കാലമല്ലേ, എന്നാൽ അത് തന്റെ ആണോ എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല, ആ ചോദ്യം തുടർന്നാൽ വാർത്താ സമ്മേളനത്തെ അവസാനിപ്പിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞു വെച്ചത്. അത്തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവ് തനിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നു എന്ന അർത്ഥത്തിൽ തന്നെ ഒരു വിഷയത്തിലും ഇതുവരെ തന്നോട് വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു വെക്കുന്നു. എന്നാലും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ ഇപ്പോൾ രാഹുലിന്റെ MLA സ്ഥാനം രാജി ആവശ്യപ്പെട്ടും സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നു. ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് രാഹുലിനെ ന്യായീകരിക്കാൻ എത്തുന്ന നേതാക്കളും. ഭദ്ര, തീർച്ചയായും സുജു, ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്നലെ ആ മാധ്യമ പ്രവർത്തക അവരുടെ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട, മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. അതായത് കോൺഗ്രസിലെ പല നേതാക്കളുടെ ഭാര്യമാരും പെൺമക്കളും ഇത്തരത്തിൽ ഈ പറഞ്ഞ വ്യക്തിയിൽ നിന്ന് ഗുരുതരമായിട്ടുള്ള ഈ തരത്തിലുള്ള സമീപനം ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ആ മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം പത്മജ വേണുഗോപാൽ, ഒരു കാലത്ത് കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന പത്മജ വേണുഗോപാലും ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുമ്പോൾ അത് ഇനി ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് നേതാക്കൾ നോക്കിക്കാണുക എന്നൊരു കാര്യം കൂടിയുണ്ട്. സ്വാഭാവികം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വലിയ തലവേദനയാണ്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ ഒഴിഞ്ഞതോടെ തന്നെ ഒരു ചെറിയ തലവേദന ഒഴിഞ്ഞ സാഹചര്യമാണ്. കോൺഗ്രസിന് അങ്ങനെയല്ല രാഹുലിനെ സംബന്ധിച്ചോളം. കാരണം ഇന്നലെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇതിനു മുമ്പ്
മാധ്യമങ്ങളിൽ പ്രചരിച്ച ചില വാർത്തകൾ മാത്രമായിരുന്നെങ്കിൽ ഇന്നലെ ഒരു യുവ മാധ്യമ പ്രവർത്തക രാഹുലിന്റെ പേര് പറയാതെ രാഹുലിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ക്ലൂ അല്ലെങ്കിൽ കൃത്യമായ അടയാളങ്ങൾ നൽകിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയെങ്കിൽ ഇന്നലെ രാത്രി ഹണി ഭാസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എടുത്തു പറയുന്നു. മാത്രമല്ല ഗൗരവമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ആരോപണങ്ങൾ അവസാനിക്കാതെ ഇന്ന് ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. പിന്നീട് ചില ചാറ്റുകൾ പുറത്തു വരുന്നു. ഇവിടെ കോൺഗ്രസ് ഭയപ്പെടുന്നത് കൂടുതൽ നേതാക്കളും കൂടുതൽ വനിതകളും ഇത്തരത്തിൽ പരസ്യമായി പരാതിയുമായി എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് വളരെയധികം ഇക്കാര്യത്തിൽ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടും. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാജിയിൽ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല, നിയമപരമായി നേരിടേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം തന്നെയാണ് രാഹുലിന് ഉപതെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ച MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. എന്തായാലും ഇതെല്ലാം കോൺഗ്രസിന്റെ പാർട്ടിയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത് നിൽക്കുകയാണ്. അവരുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന നേതാവിനെതിരെ ലൈംഗിക ആരോപണം ഉയരുന്നത്. അതിൽ മറ്റൊരു നിവൃത്തിയില്ലാതെ ആരോപണം പുറത്തു വന്നതിന് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ രാഹുലിന്റെ രാജി സമർപ്പിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയതെല്ലാം രാഹുലിന്റെ ചെയ്തികളാണെന്നുള്ള വലിയ വിമർശനമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. ഇതിൽ വലിയൊരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും VD സതീശൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കളുടെ പ്രവർത്തന ശൈലിയിലും വിഷയങ്ങളോട് കാട്ടുന്ന അവരുടെ അല്ലെങ്കിൽ അതിനോട് കാട്ടുന്ന പ്രതികരണങ്ങളും മറ്റ് പരാതികളോട് കാട്ടുന്ന അവജ്ഞതയൊക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിന്റെ എല്ലാം ഭാഗമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി കൊണ്ട് അവസാനിക്കുന്നില്ല കാര്യങ്ങൾ. കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വരുമോ എന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ശരി, സുജു ടി ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും രാഹുൽ ഈ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രമായോ? ആയില്ല. എന്തായാലും MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്. ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനെ അടക്കം ഈ കാര്യത്തിൽ പലരും സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ഷാഫി പറമ്പിൽ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ഡൽഹിയിലായിരുന്നു, അവിടെ നിന്ന് കേരളത്തിലേക്ക് ഉടൻ മടങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും MLA സ്ഥാനം അത് രാജിവെക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഒഴിഞ്ഞു മാറുമ്പോൾ അതിൽ ഉത്തരം നൽകാതെ അവർക്ക് മുങ്ങി മാറാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.